നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യുവാവ് കുത്തേറ്റ് മരിച്ചു. ചാമണ്ടിക്കുന്ന് ശോകമുഖം. ഗുരുതരമായ പരിക്കേറ്റയാൾ അപകടനില തരണം ചെയ്തു. പറക്കളായിൽ ഭൂമി കയ്യേറ്റം. ആദിവാസികൾ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. PDP ജില്ലാ നേതാവ് KP മുഹമ്മദ് വിവാഹത്തട്ടിപ്പ് നടത്തിയതായി പരാതി. തൃക്കരിപ്പൂർ സ്വദേശിനിയായ സുബൈറയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സബ് ട്രഷറി നോക്കുകുത്തി. മാലക്കലിലെ ജനങ്ങൾക്ക് ആശ്രയം കാഞ്ഞങ്ങാട് തന്നെ. വാർത്തകൾ വിശദമായി. നിസാര പ്രശ്നം യുവാവിന്റെ ജീവനെടുത്തു. ചാമണ്ടിക്കുന്നിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ചാമണ്ടിക്കുന്നിലെ അരുൺലാലാണ് മരിച്ചത്. സുഹൃത്ത് ബിജുവിന് ഗുരുതരമായി പരിക്കേറ്റു. വീട്ടിൽ കൊണ്ടുവിടാൻ ഓട്ടോ ഡ്രൈവർ വിസമ്മതിച്ചതിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊലപ്പെടുത്തിയത്. വളാന്തോട് ചാമുണ്ടിക്കുന്ന് മുന്തന്റെ മൂലയിൽ അരുൺ മോഹനാണ് കുത്തേറ്റ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 10:30 നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ചാമുണ്ടിക്കുന്നിൽ കോഴിക്കട നടത്തുന്ന ശിവപുരം ജോസ് ചാമുണ്ടിക്കുന്ന് ജംഗ്ഷനിൽ വെച്ച് അരുൺലാലിനോട് വീട്ടിൽ കൊണ്ടുവിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഓട്ടം പോകാൻ കഴിയില്ലെന്നും തങ്ങൾ വീട്ടിലേക്ക് പോവുകയാണെന്നും അരുണും സുഹൃത്തും പറഞ്ഞു. ജോസ് മദ്യപിച്ചിരുന്നതിനാൽ ഇയാൾ പോയ ശേഷം മടങ്ങാമെന്ന് കരുതി ഓട്ടോ ഡ്രൈവർമാർ അടുത്ത വീട്ടിൽ കയറി നിന്നു. പിന്നീട് ജോസ് പോയ ശേഷം ഓട്ടോയിൽ യാത്ര തുടരുകയായിരുന്നു. കോഴിക്കടക്ക് സമീപം കാത്തുനിന്ന ജോസ് ഓട്ടോ തടഞ്ഞു നിർത്തി ഇവരുമായി വാക്കേറ്റത്തിൽ പെടുകയും അരുൺ മോഹനെ കുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. സുഹൃത്ത് ബിജു തടയാൻ ശ്രമിക്കുമ്പോഴേക്കും അരുൺലാലിന് അടിവയറ്റിൽ വെട്ടേൽക്കുകയും തൽക്ഷണം മരിക്കുകയും ചെയ്തു. അരുൺലാലിന്റെ സുഹൃത്ത് ബിജുവിന്റെ നെഞ്ചത്താണ് കുത്തേറ്റത്. ബിജു ബളാന്തോട് ക്ഷീരോത്പാദന സംഘത്തിലെ പാൽ പരിശോധകനാണ്. പ്രതി ജോസിനെ രാജപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ രാജപുരം പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഓട്ടോ ഡ്രൈവർമാർ പനത്തടി പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം നൽകി. ക്ഷേത്ര സ്വത്തും ആദിവാസികളുടെ ഭൂമിയും സ്വകാര്യ വ്യക്തി കയ്യേറിയതായി ആക്ഷേപം. പറക്കളായിൽ ആദിവാസികൾ കുടിൽകെട്ടി സമരം ആരംഭിച്ചു. ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന മുളവന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ പറക്കളായിലെ 300 ഏക്കറോളം വരുന്ന സ്ഥലം സ്വകാര്യ വ്യക്തി സ്വന്തമാക്കിയെന്നാണ് ആരോപണം. വർഷങ്ങൾക്ക് മുമ്പ് 58 ഏക്കർ സ്ഥലം ക്ഷേത്ര കമ്മിറ്റി ഈ ഭൂവുടമയ്ക്ക് വിൽപ്പന നടത്തിയതായി പറയുന്നു. ഈ വിൽപ്പനയെ മറയാക്കി 300 ഏക്കർ ഭൂമി കൈയടക്കി എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. മുളവന്നൂർ ക്ഷേത്രം ജന്മം നൽകിയ സ്വത്തിൽ നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പട്ടയം ലഭിച്ച ഭൂമിയിൽ പോലും ആദിവാസി കുടുംബങ്ങൾ കയറാൻ ആവാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. BJP പിന്തുണയോടെ നൂറുകണക്കിന് ആദിവാസികൾ ഭൂമിയിൽ കുടിൽകെട്ടി സമരം തുടങ്ങി. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം 200 ഏക്കർ ഭൂമി ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയിരുന്നതായും അതിൽ 80 ഏക്കർ ഒഴിച്ച് ബാക്കിയെല്ലാം അന്യാധീനപ്പെട്ടു പോയതായും സ്വകാര്യ വ്യക്തി പറഞ്ഞു. ആദിവാസികൾ കയ്യേറിയ ഭൂമി തന്റെ ബന്ധുക്കളുടേതാണെന്നും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭൂവുടമ പറയുന്നു. എന്നാൽ 300ഓളം ഏക്കർ ഭൂമിയുടെ തണ്ടപ്പേര് മുളവന്നൂർ ദേവസ്വത്തിൻ്റെതാണെന്നും ആരും നികുതി കൊടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും വില്ലേജ് ഓഫീസർ മനോജ് കുമാർ പറഞ്ഞു. BJPയുടെ പ്രാദേശിക നേതാക്കളെല്ലാം സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവാഹത്തട്ടിപ്പ് നടത്തിയതായി PDP ജില്ലാ നേതാവിനെതിരെ യുവതിയുടെ പരാതി. PDP ജില്ലാ വൈസ് പ്രസിഡന്റ് ഉപ്പളയിലെ KP മുഹമ്മദിനെതിരെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയത്. തൃക്കരിപ്പൂർ ഉദിനൂർ സ്വദേശിനിയായ സുബൈറയാണ് KP മുഹമ്മദ് വിവാഹത്തട്ടിപ്പ് നടത്തിയെന്ന പരാതി ഉന്നയിച്ചത്. മഞ്ചേശ്വരത്ത് വാർത്താ സമ്മേളനം നടത്തിയാണ് PDP ജില്ലാ നേതാവായ KP മുഹമ്മദിനെതിരെ സുബൈറ രംഗത്തെത്തിയത്. കൃത്രിമ വിലാസവും വ്യാജ ബന്ധുക്കളെയും കാണിച്ച് KP മുഹമ്മദ് വിവാഹത്തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 17 വർഷം മുമ്പ് 2 ലക്ഷം രൂപയും 30 പവൻ സ്വർണ്ണാഭരണങ്ങളും നൽകിയാണ് സുബൈറയെ വിവാഹം ചെയ്തു കൊടുത്തത്. ധർമ്മത്തടുക്ക ചേവാർ സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു KP മുഹമ്മദ് തന്നെ വിവാഹം കഴിച്ചതെന്നും പിന്നീട് കുട്ടി പിറന്നപ്പോൾ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു. എന്നെ 17 വർഷം മുമ്പ് ഉപ്പള ഹിദായത്ത് നഗർ സ്വദേശിയും ഇപ്പോൾ PDP ജില്ലാ വൈസ് പ്രസിഡന്റുമായ KP മുഹമ്മദ് എന്നയാൾ വിവാഹം കഴിക്കുകയും ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരു കുട്ടി ഉമ്മർ മുക്താർ എന്നൊരു കുട്ടിയുണ്ട്. എന്നെ വിവാഹം കഴിച്ച KP മുഹമ്മദ് 17 വർഷം മുമ്പ് വിവാഹം കഴിക്കുമ്പോൾ ധർമ്മത്തെടുക്ക ചേവാർ എന്ന വ്യാജവിലാസത്തിൽ വിവാഹം നടത്തുകയും ഈ സമയത്ത് ഒരു കുട്ടിയുള്ള ഇയാൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയെന്ന് വിശ്വസിച്ചാണ് എന്നെ വിവാഹം കഴിച്ചത്. ഇത് സംബന്ധിച്ച് കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. പിന്നീട് പ്രതിമാസം 4500 രൂപ ചിലവിന് നൽകുവാനും KP മുഹമ്മദിന്റെ ഹിദായത്ത് നഗറിലുള്ള വീട്ടിൽ തന്നെ താമസിപ്പിക്കുവാനും കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇത് പ്രകാരം ഹിദായത്ത് നഗറിലെ വീട്ടിൽ താമസിക്കുവാനെത്തിയ തനിക്ക് ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്.
തന്നെയും മകൻ ഉമർ മുക്താറിനെയും KP മുഹമ്മദിന്റെ ബന്ധുക്കളായ 2 പേർ മർദ്ദിക്കുകയും വീട് പൂട്ടിയ ശേഷം ഗ്യാസ് പൈപ്പ് തുറന്ന് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നതായും യുവതി പരാതിപ്പെട്ടു. വിവാഹ സമയത്ത് KP മുഹമ്മദ് ഹാജരാക്കിയ ജമാഅത്ത് കമ്മിറ്റിയുടെ രേഖകൾ വ്യാജമാണെന്നും യുവതി പറഞ്ഞു. വ്യാജരേഖകൾ കാണിച്ച് വിവാഹം ചെയ്ത് തന്നെയും കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നുവെന്നും സുബൈറ പരാതിപ്പെട്ടു. സഹോദരങ്ങളായ ദസ്തഗീർ, ദാവൂദ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തുറന്നു പ്രവർത്തിച്ചില്ലെങ്കിലും മാലക്കല്ലുകാർക്ക് സബ് ട്രഷറിയുണ്ട്. 2 ആഴ്ച മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും ഇടപാടുകൾ നടത്തുവാൻ ഇവർക്ക് കാഞ്ഞങ്ങാട് സബ് ട്രഷറിയെ ആശ്രയിക്കണം. മാലക്കല്ലിൽ അനുവദിച്ച സബ് ട്രഷറിയുടെ ഉദ്ഘാടനം ആർഭാടപൂർവ്വം നടന്നെങ്കിലും മലയോരവാസികൾക്ക് ട്രഷറി ആവശ്യങ്ങൾ നിറവേറ്റാൻ കാഞ്ഞങ്ങാടിനെ തന്നെ ആശ്രയിക്കണം. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച സബ് ട്രഷറിയുടെ ഉദ്ഘാടനം ജൂൺ 13-ന് ധനവകുപ്പ് മന്ത്രി KM മാണിയാണ് നിർവഹിച്ചത്. പിന്നീട് ഒരു ദിവസം പോലും ഇത് പൂർണ്ണമായി തുറന്നു പ്രവർത്തിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മലയോര ജനതയുടെ നിരന്തര ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു സബ് ട്രഷറി. ഇതിനാവശ്യമായ കെട്ടിട സൗകര്യങ്ങളും മറ്റും ഫാദർ ഷാജി വടക്കേത്തൊട്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കി നൽകിയിരുന്നു. ആവശ്യമായ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെയും ഫർണിച്ചറുകൾ ഒരുക്കാതെയും തിടുക്കപ്പെട്ടായിരുന്നു മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തിയതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ഉപകാരമില്ലാത്ത ഒരു സ്ഥാപനമായി ഈ വലിയ ഷോപ്പ് മാറിയിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് ജനങ്ങൾക്ക് നേട്ടം? ഇങ്ങനെ ഉദ്ഘാടനത്തിൽ വലിയ സാമ്പത്തിക ബാധ്യത ഗവൺമെൻറ് ഉണ്ടായതല്ലാതെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതായും ഗവൺമെന്റ് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ വരാത്തതാണ് തടസ്സമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ നോട്ടിഫിക്കേഷൻ എന്നിറങ്ങുമെന്നതിന് കൃത്യമായ ഉത്തരവും അധികൃതർക്ക് നൽകാനാവുന്നില്ല. ഇതോടൊപ്പം ഉദ്ഘാടനം കഴിഞ്ഞ മലപ്പുറം എടക്കര സബ് ട്രഷറിയാകട്ടെ എല്ലാ സൗകര്യങ്ങളോടെയും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വർഷങ്ങളായുള്ള മലയോരവാസികളുടെ ആവശ്യമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പ്രാവർത്തികമാവാതെ പോകുന്നത്. പെരിയ ഗവൺമെന്റ് പോളിടെക്നിക്കിലെ KSU പ്രവർത്തകരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് KSUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പ്രകടനം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കഴിഞ്ഞ ദിവസമാണ് പെരിയ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളും KSU പ്രവർത്തകരുമായ കുട്ടികൃഷ്ണൻ, രഞ്ജിത്ത് എന്നിവർക്ക് വെട്ടേറ്റത്. പെരിയ ടൗണിൽ വെച്ചാണ് വെട്ടേറ്റത്. ഇവരെ കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. CITU പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് KSU നേതാക്കൾ ആരോപിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാസർഗോഡ് ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനകീയ വേദി സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഒപ്പുമരച്ചുവട്ടിൽ നടന്ന പരിപാടി DCC വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. G നാരായണൻ, അർജുനൻ താലങ്ങാടി, ഖാദർ നുള്ളിപ്പാടി, ഉസ്മാൻ കടവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് താലൂക്ക് പബ്ലിക് സർവന്റ് സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രാഷ്ട്രവാദം നൽകുന്നുണ്ട്. ഇവരെല്ലാവരെയും തന്നെ വളരെ ആർദ്രവുമായി അഭിനന്ദിക്കാൻ മാത്രമാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. ഭാവിയിൽ ഇനിയും ധാരാളം ഇതിലും കൂടുതൽ കുട്ടികൾക്ക് അവാർഡുകൾ നൽകാൻ അവസരമുണ്ടാകട്ടെ. ഇന്ത്യയുടെ അവാർഡ് വാങ്ങുന്ന ഈ കുട്ടികളെല്ലാം തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന പരീക്ഷകളിലെല്ലാം വളരെ നല്ല വിജയം കൈവരിക്കട്ടെ അതുകൂടി മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ CT ലില്ലി മുഖ്യാതിഥിയായിരുന്നു. സംഘം പ്രസിഡന്റ് V രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് K രാഘവൻ, സെക്രട്ടറി K രാഘവൻ, V ചന്ദ്രൻ, K സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിക്കുന്ന് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ലളിതകലാ സദനത്തിലായിരുന്നു പരിപാടി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KE ജനാർദ്ദനൻ, രാജു മഥായ്, K വിഷ്ണുഭട്ട്, മാസ്റ്റർ പ്രണവ്, കുമാരി ദിവ്യശ്രീ എന്നിവരെ ഗോൾഡ് മെഡൽ നൽകി ചടങ്ങിൽ ആദരിച്ചു. അഭിമാനമാണ് മുൻവർഷങ്ങളിൽ ഫാത്തിമത്ത് അൻസൂദ,
ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിദ്യാഭ്യാസ നിലവാരം ഉയരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വിദ്യാഭ്യാസമുള്ളവരായി മാറുന്നത് പെൺകുട്ടികളാണ്. ഈ ജില്ലയിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ഈ ജില്ലയിലെ ആൺകുട്ടികൾക്കും വിദ്യാഭ്യാസം ഉണ്ടാവും. കാരണം വലിയൊരു ശതമാനം കേസുകളിലും, പ്രത്യേകിച്ച് എൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന പല കേസുകളിലും പലപ്പോഴും സ്ത്രീകളാണ് പരാതിയായിട്ട് വരിക. PTA പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ബങ്കര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇ വേണുഗോപാലൻ, രാഘവൻ തുടങ്ങിയവരും സംസാരിച്ചു. റെയിൽവേ യാത്രാനിരക്ക് വർധനവിനെതിരെയും ഗ്യാസ് വില വർധനവിനെതിരെയും പ്രതിഷേധം ശക്തമാകുന്നു. യൂത്ത് ലീഗ് അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. റെയിൽവേ ചരക്ക് യാത്രാക്കൂലി വർധനവിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായി. അതിനിടയിൽ ഗ്യാസ് വിലയിലും വർധനവ് വരുത്തിയത് കേരളത്തിലും വിവിധ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. യൂത്ത് ലീഗ് അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മടിയനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കോട്ടച്ചേരി ചുറ്റി തെക്കേപ്പുറത്ത് സമാപിച്ചു. പ്രതിഷേധ മാർച്ച് 14 അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. UV ഇല്യാസ് അധ്യക്ഷനായി. ബഷീർ വെള്ളിക്കോത്ത്, റിയാസ് ചിത്താരി, ഗൽബുദ്ദീൻ പാലായി, ബഷീർ മാണിക്കോത്ത്, ജബ്ബാർ എന്നിവർ സംസാരിച്ചു. നൌഷാദ് കൊത്തിക്കാൽ സ്വാഗതവും ഇക്ബാൽ വെള്ളിക്കോത്ത് നന്ദിയും പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി ക്വാറി ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ പാവന്നൂർ സ്വദേശി ജയപ്രകാശിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബാഡൂർ കന്തൽ കയത്തിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട NTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരന് വെള്ളിയാഴ്ച കാസർഗോഡ് സ്വീകരണം നൽകും. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെയും ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർമാരുടെയും യോഗം വെള്ളിയാഴ്ച രാവിലെ 10:30 ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ നടക്കും. കാഞ്ഞങ്ങാട് ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ 28-ന് നടത്താനിരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ മാറ്റിവെച്ചതായി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ആവേശം ചെരുപ്പ് വിപണിയിലേക്കും എത്തി. വിവിധ ടീമുകളുടെ ജേഴ്സിയുടെ വർണ്ണങ്ങളിൽ ചെരുപ്പുകൾ വാങ്ങുവാൻ ആരാധകർ മത്സരിക്കുകയാണ്. ഫുട്ബോൾ മത്സരങ്ങൾ ബ്രസീലിൽ തരംഗം സൃഷ്ടിക്കുമ്പോൾ മത്സരങ്ങളുടെ ആവേശം വിവിധ മേഖലകളിലെത്തി തുടങ്ങി. ചെരുപ്പ് വിപണികളിൽ പോലും ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ ആകർഷിക്കാനായി വിപണിയിൽ വിവിധ രാജ്യങ്ങളുടെ കളിക്കാരുടെ ജേഴ്സിയുടെ നിറം പതിപ്പിച്ച ചെരുപ്പുകൾ എത്തി തുടങ്ങി. ഇംഗ്ലണ്ട്, ബ്രസീൽ, അർജന്റീന ഉൾപ്പെടെയുള്ള ടീമുകളുടെ ജേഴ്സികളുടെ നിറം പതിപ്പിച്ച ചെരുപ്പുകളാണ് കൂടുതൽ വിറ്റഴിയുന്നതെന്ന് കടയുടമ ഇർഫാൻ പറഞ്ഞു. ലോകം മുഴുവനും ഇപ്പോൾ ഫുട്ബോൾ ലഹരിയായിരിക്കുമ്പോൾ അതിൻ്റെ ആവേശം ചെരുപ്പ് വിപണിയിലും വളരെ സജീവമായിട്ടുണ്ട്. ഒരുപാട് രാജ്യത്തിൻ്റെ ചെരുപ്പുകളൊക്കെ കമ്പനിക്കാർക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പനികളായ VKC, മാർക്ക്, നെക്സോ അങ്ങനെ ഒരുപാട് കമ്പനികൾ എത്തിയിട്ടുണ്ട്. 250-300 രൂപകൾക്കാണ് ചെരുപ്പുകൾ വിറ്റഴിക്കുന്നത്. അടിമുടി ഫുട്ബോൾ ആവേശം ഏറ്റുവാങ്ങിയ ആരാധകർ ചെരുപ്പുകൾ വാങ്ങാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും നഗരത്തിലെത്തുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവാവ് കുത്തേറ്റ് മരിച്ചു. ചാമണ്ടിക്കുന്ന് ശോകമുഖം. ഗുരുതരമായ പരിക്കേറ്റയാൾ അപകടനില തരണം ചെയ്തു. പറക്കളായിൽ ഭൂമി കയ്യേറ്റം. ആദിവാസികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചു. PDP ജില്ലാ നേതാവ് KP മുഹമ്മദ് വിവാഹത്തട്ടിപ്പ് നടത്തിയതായി പരാതി. തൃക്കരിപ്പൂർ സ്വദേശിനിയായ സുബൈറയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സബ് ട്രഷറി നോക്കുകുത്തി. മാലക്കലിലെ ജനങ്ങൾക്ക് ആശ്രയം കാഞ്ഞങ്ങാട് തന്നെ. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.